ശ്രീ പാണ്ഡ്യാല ഷാജി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരും ആവശ്യപ്പെട്ടത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. കാരണം അദ്ദേഹം പാർട്ടിക്ക് വരുത്തിവെച്ച കളങ്കം അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ്. നേരത്തെ തന്നെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ അന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു ചർച്ചാ വിഷയം ആകും എന്നൊന്നും പാർട്ടി കരുതിയിരുന്നില്ല. അതുകൊണ്ട് പത്മകുമാറിനെ കൂടെ നിർത്തി. ഇപ്പോഴിതാ പത്മകുമാർ സസ്പെൻഷനിൽ മാത്രമാണ്. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും സസ്പെൻഷനിൽ ഒതുക്കിയത് എന്തുകൊണ്ടായിരിക്കാം? പത്മകുമാർ വരും ദിവസങ്ങളിലും വലിയ ബോംബ് പൊട്ടിച്ച് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന് ഭയന്നുകൊണ്ട് ആയിരിക്കുക തന്നെയില്ലേ? നമ്പ്യ, ഇതിലെ അടിസ്ഥാനപരമായ ഒരൊറ്റ വിഷയമേ ഉള്ളൂ. പത്മകുമാർ പരസ്യമായി പറഞ്ഞിരിക്കുന്ന സാധനമുള്ളൂ. നേരത്തെ ദൈവതുല്യം കാണുന്ന ആൾ ഇതിനകത്ത് ഉൾപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് ചെയ്യണം? ഇതാണ് ഒറ്റ സിമ്പിളായ ചോദ്യമാണ്. പത്മകുമാർ ഇപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇതിനർത്ഥം കാരണഭൂതനെന്ന ദൈവതുല്യൻ, കപ്പിത്താൻ എന്ന ദൈവതുല്യന്റെ ദിവ്യൻ എന്താവുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി അയാൾ റിവീൽ ചെയ്യപ്പെടും. അത് പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളും പത്തനംതിട്ട ജില്ല വി എസ് അച്യുതാനന്ദന്റെ കയ്യിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരിക്കുന്ന സൂപ്പർമസിയിൽ നിന്ന് മാറ്റി അത് പിന്നെ ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിൽ പ്രാവീണ്യം കാണിച്ചിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അത്രയും പറയാൻ കഴിയുമായിരുന്നുള്ളൂ. അതാണ് വാസ്തവത്തിൽ ബേസിക് ആയിരിക്കുന്ന വിഷയം. ഈ വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ചർച്ചക്കും ഒരു പ്രസക്തിയുമില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നിരിക്കുന്ന വളരെ സുപ്രധാനമായിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. എല്ലാ പത്രങ്ങളിലും വന്നതാണ്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അതിന്റെ തലേ ദിവസം പത്മകുമാറിനെയും അന്നത്തെ ADGP ആയിരിക്കുന്ന ശ്രീജിത്തിനെയും തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. മുഖ്യമന്ത്രിയാണ് വിളിക്കുന്നത്, പ്രൈവറ്റ് സെക്രട്ടറിയാണ് വിളിക്കുന്നത്. അദ്ദേഹം ഇത് ചെയ്തു, ഇദ്ദേഹം പോകുന്നു. പോയി എന്നുള്ളതിന് അദ്ദേഹം ഇന്നലെ തന്നെ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഉപയോഗിച്ചതിന്റെ കോൾ ഷീറ്റ് വരെ നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലായിട്ട്. പക്ഷെ വിഷയം അവിടെയല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, രാത്രി അവിടെ എത്തുന്നു, രാത്രി എത്തപ്പോഴാണ് ഈ യുവതീ പ്രവേശം പോലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അത് നടക്കുക എന്ന് പറയുമ്പോൾ പത്മകുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM-ന്റെ നേതാവായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന ഒരാൾ പോലും ഈ പണിയെടുക്കാൻ നിൽക്കില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിയോജിപ്പ് വളരെ പരസ്യമായി അദ്ദേഹം പ്രകടിപ്പിച്ചതുമാണ്. വിഷയം അതുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, വിജയേട്ടാ ഇതിനായിരുന്നുവോ എന്നെ വിളിപ്പിച്ചത്? അത് വളരെ വികാരപരമായ ചോദ്യമാണ്. ചോദ്യമാണത്. എന്നെ ഇത്രയും നിസ്സഹായനാക്കി കളഞ്ഞല്ലോ നിങ്ങൾ എന്തിനാണ്? കാരണം ഇദ്ദേഹം ഒരു ഹാർഡ് ആൻഡ് ബിലീവറാണ്, അയാൾ ഒരു ഡിവോട്ടിയാണ് അയാൾ. അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ അതിന് ഇയാൾ പറഞ്ഞിരിക്കുന്ന മറുപടി എന്താണ്? പപ്പ നിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നാണ്. അതൊരു ഇന്റിമസിയിൽ പറയുന്ന ഒരു ഡയലോഗാണ്. പക്ഷേ അത് പറയേണ്ട താമസം PS പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്നുകൂടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇയാൾ PS-നെ വിളിച്ചിട്ട് ഷൗട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്താണ്? ഇത് പിന്നെ PS ഇദ്ദേഹം പറയുന്നത് ശരിയാണ് എന്നാണ്. പക്ഷേ പത്മകുമാറിനെ അയാൾ എത്രമാത്രം ടൂളായി ഉപയോഗിച്ചിരുന്നു, ആ ഘട്ടങ്ങളെല്ലാം തന്നെ അയാളെ ചതിക്കുകയായിരുന്നു എന്നാണ് പത്മകുമാറിന് അവിടെയാണ് ഫീൽ ചെയ്തത്. ഒന്നാമത്തെ വിഷയം അത് കഴിഞ്ഞു. അവിടുന്ന് ഇറങ്ങി ഇയാൾ PS-നെ കണ്ടപ്പോൾ PS പറഞ്ഞത് എന്താണ്? അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അയാളെന്ന് പറയാൻ CM പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതല്ല എന്ന് പറഞ്ഞു. ഇതെന്താണ് ഇതിന് മനസ്സിലാക്കേണ്ടത്? വാ തുറന്നാൽ കളവ് പറയുന്ന ഒരാളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണ്. വാ തുറന്നാൽ കളവ് പറയാൻ ഈ കളവിന്റെ പരമ്പരയിൽ ഞാൻ എത്രയോ തവണ ഇതേ ഫ്ലോറിൽ പറഞ്ഞിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി. ഒരു ഉദാഹരണം ഞാൻ പറയാം. മുൻ മുഖ്യമന്ത്രി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നമ്പ്യാരോട് തന്നെ പിണറായിൽ നടന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന പാർട്ടി കേഡേഴ്സിനെ അടിച്ചിരിക്കുന്ന ഒരു അടിയുണ്ടിയാണ്. ചെറമ്മൽ കുടുംബത്തെ അടിച്ചിരിക്കുന്ന പിന്നെ പിണറായിക്ക് ചെറമ്മൽ കുടുംബത്തിന് അടിച്ചിരിക്കുന്ന അടി. അന്ന് അടിക്കുന്ന സമയത്ത് ഇയാൾ കൊണ്ടുവന്നത് ആരെയാണ്? വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന T രാജാട്ടന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ഗാങ്ങിനെ കൊണ്ടുവന്നിട്ടാണ് ഈ ഫാമിലി ഒന്നടങ്കം അടിച്ച് തകർത്ത് 7 ആളെയാണ് അടിച്ചത്. 7 ആളെ ഒരൊറ്റ ദിവസം അടിച്ച് നിരത്തി കളഞ്ഞത്. പാർട്ടിക്കുള്ളിൽ വമ്പിച്ച കലാപമായി, വമ്പിച്ച വിഷയമായി. എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് പോലും ധീരമായി ചെറുത്ത് നിൽക്കുന്നവര് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ചെറമ്മൽ കുടുംബത്തെയാണ് അടിച്ച് എല്ലാം ഒടിച്ചു കളഞ്ഞത്. അതിൽ പലരും മരിച്ചു, എല്ലാവരും മരിച്ചതായി ഇപ്പോൾ തോന്നുന്നത്. അടി കൊണ്ടിട്ട് തന്നെ മരിച്ചുപോയല്ലോ അസുഖബാധിതരായി. ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വന്നതാരായിരുന്നു പറഞ്ഞാൽ ചടയം കുഞ്ഞാട്ടനാണ്. ചടയം കുഞ്ഞാട്ട് വന്ന് പിണറായിയുടെ പഴയ ലോക്കൽ കമ്മിറ്റി ഓഫീസ്, തമ്മിയാൾക്ക് അറിയാമായിരിക്കും, RCM സ്കൂളിന്റെ പഴയ ലോക്കൽ കമ്മിറ്റി ഓഫീസ്. ആ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കമ്മിറ്റി വിളിച്ചു, യോഗം ചേർന്നു.
യോഗം ചേർന്നപ്പോൾ ഈ പറയുന്ന വിജയൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും രാജന് നൽകിയിട്ടില്ല എന്നാണ്. രാജന് ഒറ്റുകൊടുത്തു. രാജൻ അവസാനം എന്താ അറിയോ? നിസ്സഹായനായി പാർട്ടിയിൽ നിന്ന് നടതള്ളി വീണിട്ടാണോ ഈ ടി രാജാട്ടം മരിച്ചത്. എന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഞാൻ ബഹുമാനിക്കുന്ന ഒരാളുമാണ് അദ്ദേഹം. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ കാണും. സ്വപ്ന സുരേഷിന്റെ വിഷയം വന്നു, അപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് അങ്ങ് ഒരാളെ അറിയില്ല എന്നാ പറഞ്ഞത്, അല്ലേ? ഇതുപോലെ നുണ പറഞ്ഞിരിക്കുന്ന ഒരാൾ അയാൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഇതേ സാധനം കൂടെ കൊണ്ട് ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആവർത്തിക്കുന്ന നേരം പത്മകുമാർ ഒരു പക്ഷേ ആത്മകഥ എഴുതുന്നു പറഞ്ഞു, അത് ഭീഷണിയാണോ എന്നൊരു രണ്ടാമത്തെ വിഷയം. പക്ഷെ അത് വരുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ ഭയക്കുന്നത് എവിടെയാണ്? ഇയാൾ റിവീൽ ചെയ്യപ്പെടുന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ അയാൾ റിവീൽ ചെയ്യപ്പെട്ടു വരാനിരിക്കുന്ന SFI വിഷയം അതല്ല എങ്കിൽ പോയാൽ SFIയോ ചോദ്യം ചെയ്യൽ ഇതുപോലുള്ള ഒരുപാട് ഘടകങ്ങൾ വേറെ വന്ന് കിടക്കുന്നുണ്ട്. അയാൾ പേര് മാരണമായി വന്ന് കിടക്കുകയാണ്. ഈ മാരണം വന്ന് കിടക്കുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അതിന് മുന്നോടിയായി തന്നെ ഇത്തരമൊരവസ്ഥയിൽ വന്നു വിടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? അയാൾ വാസ്തവത്തിൽ പ്രതിപക്ഷ നേതൃപദവിയിൽ ഇരിക്കാൻ പോലും യോഗ്യനല്ലാതെ സഭയെ തെറ്റിപ്പറ്റി കളവ് പറഞ്ഞിരിക്കുന്ന ഒരാളെന്ന് പരസ്യമായി അയാൾ പാർട്ടിയിൽ പെട്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്ന പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവാകരുത് എന്ന്. എന്നിട്ടും പ്രതിപക്ഷ നേതാവായി. ആകരുത് അല്ല, അത് ആവേദം എന്തിനാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇതേ ഫ്ലോർ പറഞ്ഞാൽ പട്ടിക്ക് സമാനമായിരിക്കും ഇയാളില്ലെങ്കിൽ. ഇയാൾ ആരാണ് ഇയാൾ കെയർ ചെയ്യാൻ പോകുന്നത്? ഒരാളും കെയർ ചെയ്യില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കേരള നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് നിലക്ക് അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ സഖാബ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്ന വേറൊരു പ്രയോഗമാണ്, നനഞ്ഞ ഓടിയെന്നാ പറഞ്ഞത്. ഞാനെന്ന് അതിനകത്ത് പറഞ്ഞ സാധനമുണ്ട്. 5 മിനിറ്റ് നേരം അയാൾക്ക് നിലവിലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ വിഷയത്തെ കുറിച്ച് ചർച്ച നടത്താൻ മാത്രമുള്ള പദസമ്പത്തില്ല അയാൾക്ക്. അതിന് മാത്രമുള്ള ബൗദ്ധിക ശേഷി അയാൾക്കില്ല, അവതരണ ഭംഗിയുമില്ല. ഇത് മൂന്നുമില്ല അയാൾക്ക്. അത് മാത്രമല്ല, ഇതിനേക്കാൾ എല്ലാം പ്രധാനം എന്താണ്? ജീവിതത്തിൽ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ റോൾ അഭിനയിക്കണമെങ്കിൽ നിങ്ങളെന്തായിരിക്കണമോ? നിങ്ങൾ ആധിപത്യാന്തമായി നിങ്ങളൊരു വലിയ ജനാധിപത്യവാദിയായിരിക്കണം. ജനാധിപത്യവാദിയാകാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നിയമസഭയ്ക്കകത്ത് ഒരു പ്രതിപക്ഷ നേതാവാൻ കഴിയുക? ഈ പാർട്ടിക്കകത്തുള്ള മുഴുവൻ പ്രതിപക്ഷ ശബ്ദങ്ങളെയും മുന്നണിക്കകത്തുള്ള മുഴുവൻ പ്രതിപക്ഷ ശബ്ദങ്ങളെയും നിഷ്കരുണം തകർത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവുക എന്ന് പറഞ്ഞാൽ അത് പറ്റാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അപമാനിതനായി ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നും നടതള്ളാനിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിന് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. അത് ജനം നേരത്തെ തള്ളിയതാണ്. പിന്നെയും അള്ളിപ്പിടിച്ച് ഇതിനകത്തിരിക്കുന്ന ഒരാളെ വീണ്ടും തള്ളാനുള്ള ഒരു വലിയ സാധ്യതയാണ് നിലവിൽ ഈ കളവിലൂടെ റിവീൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇയാൾ ഇതെന്തിനു പറഞ്ഞു? ഇതാണ് പിന്നത്തെ വിഷയം. ഇത് പറഞ്ഞില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ പാർട്ടി ഉണ്ടാവില്ല. ഈ പാർട്ടി നടപടിയെടുത്താൽ പാർട്ടി ഉണ്ടാവില്ല. ഈ പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വളരെ ഗുരുതരമായിരിക്കുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ട് പിന്നെ എന്താ പറയുക, ശബരിമല പോലുള്ള വലിയ ക്ഷേത്രത്തിനകത്തുള്ള സ്വർണ്ണം പോലും മോഷ്ടിക്കപ്പെട്ടു എന്നതിന് ഒരു രേഖയുണ്ടാക്കി അല്ലെങ്കിൽ പിന്നെ അന്വേഷണം നടത്തി അതിനകത്ത് ജയിലിൽ കിടന്നിരിക്കുന്ന ഒരാളെ പോലും നിങ്ങൾ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മുഴുവൻ കള്ളന്മാരുടെ മടയായി തീർന്നിരിക്കുന്നു എന്നാണ്. ആരെയാണോ വിശ്വസിക്കാൻ കഴിയും? ഇതിനകത്ത് ഒരാളെയും വിശ്വസിക്കാൻ കഴിയില്ല. ഇത് മുഴുവൻ മറികടക്കുന്ന എവിടെയാണ്? PR വർക്ക് വെച്ചിട്ടാണ്. PR വർക്ക്. ഇതിന് ഒറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ പോർഷൻ അവസാനിപ്പിക്കാം. ഇപ്പൊ ഈ കണ്ണൂർ ജില്ലയിലാണല്ലോ CPM നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ 2 ഘടകങ്ങൾ. ഒന്ന് തളിപ്പറമ്പ്, മറ്റൊന്ന് പയ്യന്നൂര്. ഈ 2 ഘടകങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് PR വർക്ക് നടത്താൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന പണി എന്താണെന്നറിയോ മിസ്റ്റർ നമ്പ്യാർ? 8000 രൂപയാണ് ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പാർട്ടി കൊടുക്കുന്ന അലവൻസ്. 8000 രൂപയാണ്. 8000 രൂപ അത് വളരെ പരിമിതമായ തുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ PR വർക്ക് നടത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കാൻ ഇവർ തീരുമാനിച്ചിട്ട് എത്രയാണെന്ന് പറയുന്നത്? 20,000 റുപ്പീസാണ്, 20,000 രൂപ. ഒപ്പം തന്നെ ഇതിന് മറ്റ് സാങ്കേതികമായ സഹായം ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കുന്ന എത്രയാണെന്ന് നിങ്ങൾ? 35,000 രൂപയാണ്. 35,000 രൂപ. അങ്ങനെ 20,000 35,000 കൂടി വരുന്നത് 35,000. ഇതൊരു മാസം ഒരാൾക്ക് കിട്ടുന്ന തുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം നിങ്ങൾ ഉണ്ടാക്കി വെച്ച് എന്തിനാണ് നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഇപ്പോൾ ഒറ്റ സാധനത്തിലാണ്, ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് വരുന്നത് തീർക്കാനാണ്. PR വർക്കാണ്. ഈ PR വർക്ക് വഴി ആരെയാണ് നിങ്ങൾക്ക് വെള്ളം പൂശേണ്ടത് ഒരൊറ്റ ആളെയാണ്. അത് ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ഇതിന്റെ ജില്ലാ ഘടകത്തെയുമാണ്. അസാധ്യമായ സംഭവമാണ്. പക്ഷേ വിഷയം വരുന്നത് എവിടെയാണ്? ഇത്രയും വരുന്ന പണം എവിടെ നിന്ന് വരുന്നു? സാധനം? എൻ്റെ അടുത്ത് ഈ പറയും കഴിഞ്ഞ കുറേ ദിവസം റിപ്പോർട്ട് കിടക്കുകയാണ്. ആ റിപ്പോർട്ട് കിടന്നത് അതിനകത്തെ ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു DC മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ്, എടാ ഷാജി, നീ സംഭവം അറിയോ? ഈ പാർട്ടി ഇനി പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സാമ്പത്തികമായ അത്രയേറെ ഞെരുക്കം ഈ പാർട്ടിയെ നേരിടാൻ പോവുകയാണ്. കാരണം പലർക്കും എന്താന്ന് പറഞ്ഞാൽ തൊഴിലില്ലാതായി തോന്നും. ഈ തൊഴിലില്ലാതായി തീർന്നാൽ ഇവർക്ക് മുഴുവൻ അലവൻസ് കൊടുത്തിട്ട് നിർത്തണം. ഇതിന് മാത്രമുള്ള ഫണ്ട് സമാഹരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു വലിയ വെല്ലുവിളിയാണ്.
അത്ര വെല്ലുവിളിയായിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് വരുന്നത്. ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പണം, ഈ പണം ഏതാണ് പണം? ഈ പണം പലപ്പോഴും ഇല്ലീഗൽ മണിയാണ് എന്ന ആരോപണമാണ് ഈ പാർട്ടി DC മെമ്പർ പോലും ഇപ്പോൾ സംശയം ഉന്നയിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ അബണ്ടന്റ് ഓഫ് വെൽത്ത് എക്യുമുലേറ്റ് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കും സാധ്യത മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഈ തരത്തിലുണ്ടായിരിക്കുന്ന ഇല്ലീഗലായിരിക്കുന്ന പ്രവൃത്തിയിലൂടെയാണ്. അത്തരം പ്രവൃത്തിയിലൂടെ വരുന്ന സംഭവത്തെ റിവീൽ ചെയ്യുന്ന ഒരു സംഗതിയായിരിക്കും ഒരുപക്ഷെ പിന്നെ പത്മകുമാർ ഒരു സാധനം തുറന്നു പറയുന്നതിലൂടെ വരിക. അതായത് പാർട്ടിക്കകത്ത് പരസ്പര വിശ്വാസമില്ലാത്ത ആളുകളെയും പരസ്പരം വഞ്ചിക്കുന്നവരുടെയും ഒരു മട മാത്രമായി ഈ പാർട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അത് പരസ്യമാക്കപ്പെടാൻ പോകുന്ന ചിത്രത്തിന്റെ ആരംഭവടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മിസ്റ്റർ നമ്പ്യാറിന്റെ ആദ്യത്തെ പ്രാഥമികമായ വാദം. ഓക്കെ, പാർട്ടിയുടെ PR വർക്കിന്റെ ഗുണം കണ്ടതാണ്. കാരണം ഇന്ന് മുൻമന്ത്രി P. രാജീവ് തന്നെ തുറന്ന് പറഞ്ഞു, LDF അല്ലാതെ മറ്റാരുണ്ട്, അത് വലിയ തിരിച്ചടിയായി എന്നുള്ളത്. അതെ, ഇന്ന് ഒരു മരണ വീട്ടിൽ ഞാനൊരു മുൻമന്ത്രിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞത്, അതായത് കളിയിക്കാവിള തൊട്ട് മഞ്ചേശ്വരം വരെ ഈ നാട്ടുകാരൊക്കെ കണ്ടത് ഒരേ ഒരു മുഖം മാത്രമാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ മന്ത്രിസഭയിൽ ആരുടെയെങ്കിലും ഫോട്ടോ കാണിക്കുക, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തെ വികസനത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു എന്നാണല്ലോ അവകാശവാദം. ആ വികസനത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ച് വോട്ട് കൂടി സംഘടിപ്പിക്കാമായിരുന്നു എന്നാണ് അകത്തുള്ളവർ തന്നെ പറയുന്നത്. യെസ്.